ഹലോ, വെൽക്കം ടു ബട്ടൺസ് ആൻഡ് ബുട്ടസ്. ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട സാരീസാണ് കാണിക്കുന്നത്. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. 2150 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത്. ഒരു ബേബി പിങ്ക് കളർ ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത്. ഇങ്ങനെയാണ് ബോട്ടം പോർഷനിലെ വർക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി വർക്കാണ്. ഇത് ബോട്ടം പോർഷനിൽ ഫുള്ളായിട്ടുണ്ട്. ആകെ ഈ വർക്ക് വരാത്തൊരു സ്ഥലം നമ്മൾ സാരി ഫസ്റ്റ് കുത്തി റൗണ്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ഫ്രണ്ട് പോർഷനിൽ ആ ഒരു പോർഷൻ മാത്രം ഇത് വരില്ല. ബാക്കി നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് പോർഷനിലും എല്ലാം ഈ വർക്ക് വരുന്നതായിരിക്കും. പിന്നെ ടോപ്പിലെ വർക്ക് വരുന്നത് നമ്മൾ മുന്താണി ഇടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മുന്താണി ഇങ്ങനെ പുറകിലേക്ക് ഇടുമല്ലോ, ആ ഭാഗത്തെല്ലാം ഈ ഒരു വർക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ലേസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്കി പോർഷനിൽ ടോപ്പിലെ ബോർഡർ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഈ ഫാബ്രിക് ഒരല്പം സ്റ്റിഫാണ്. അതായത് നമ്മൾ ലൈറ്റായിട്ട് സ്റ്റാർച്ച് ചെയ്യുമ്പോൾ സാരിക്കൊരു സ്റ്റിഫ്നെസ് വരുമല്ലോ, ആ ഒരു സ്റ്റിഫ്നെസ് ഒരുപാട് സ്റ്റിഫാണെന്നല്ല പറഞ്ഞത്. ലൈറ്റായിട്ട് സ്റ്റാർച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു സ്റ്റിഫ്നെസ്, അതായത് വളരെ തളർന്നു കിടക്കുന്ന രീതി അല്ല എന്ന് പറഞ്ഞതാണ്. സാരിയുടെ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു വർക്ക് പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈപ്പ് ചെയ്യാൻ കൊള്ളാവുന്ന സാരീസാണ്. ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ബ്ലൗസ് പീസ് കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ, അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ല, കുറച്ചുകൂടെ ഒരു ഇങ്ങനെ ഈ ഒരു മെറ്റീരിയലാണ് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് സാരിയുടെ അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് ബ്ലൗസ് പീസിന് കൊടുത്തിട്ടുള്ളത്. ഒരെൻഡിൽ ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ലീവിൽ പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. 2150 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാവൻഡർ കളർ ഷെയ്ഡാണ് അടുത്ത് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആകെ കളർ ഷെയ്ഡ്സ് മാത്രമേ മാറുന്നുള്ളൂ. ഇതാണ് കളർ വരുന്നത്. സാരി സിംഗിൾ ലെയറിൽ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ കോട്ട സാരീസ് പർച്ചേസ് ചെയ്യുന്നവർ അത് പ്രത്യേകം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. സ്ഥിരം വാങ്ങുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്, കോട്ട ഫാബ്രിക് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാൽ പോലും കോട്ടയുടേതായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഇതിന് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ. നമുക്ക് ഫാബ്രിക് തിന്നാണ് അങ്ങനെയുള്ള റീസൺസ് ഒന്നും പറഞ്ഞിട്ട് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും പോസിബിൾ അല്ല, റീഫണ്ടോ ഒന്നും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം, ഈ ഫാബ്രിക്കും ഈ ടൈപ്പ് സാരീസും ഇഷ്ടമുള്ളവർ മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെമൺ യെല്ലോ ആണ്. കുറച്ചുകൂടെ ഡാർക്കാണ് നേരി കാണാൻ, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ തന്നെയാണ്. ലെമൺ യെല്ലോ കളർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരല്പം കൂടെ തെളിച്ചം ഈ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരിക്കും. വീഡിയോയിൽ തീരെ ലൈറ്റായിട്ടേ വരത്തുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് കളറാണ് അടുത്തത്. ബേബി പിങ്കും പീച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു പീച്ച് ഷെയ്ഡാണ്. എല്ലാം ഒരു പേസ്റ്റൽ ചാർട്ടിലാണ് വരുന്നത്. അടുത്ത സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിസ്ത ഗ്രീൻ കളറാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇത്രയും സാരീസാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. 2150 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. 50 രൂപയുടെ ഷിപ്പിംഗ് ചാർജ് കേരളത്തിനകത്തുണ്ടായിരിക്കും. കേരളത്തിന് പുറത്ത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വേരിയേഷൻസ് പറയുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മനോഹരമായിട്ടുള്ള കുറേ സാരീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.